ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് തമിഴ് പഠിക്കാവുന്നതാണ്. ചെറിയ ചെറിയ വാക്കുകൾ തന്നെ. വലിയ വലിയ വാക്കുകൾ കൊണ്ട് തമിഴ് പ്രയാസപ്പെട്ട് പഠിക്കേണ്ടതില്ല. നിങ്ങൾക്ക് മലയാളം അറിഞ്ഞാൽ മതി. മലയാളം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനാൽ യാതൊരു പ്രയാസവുമില്ല. വളരെ എളുപ്പത്തിൽ തമിഴ് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ രിക്കലാം സൂത്രത്തോടെ സ്പോക്കൺ തമിഴ്. എന്ത് സൂത്രം? രിക്കലാം സൂത്രത്തോടെ സ്പോക്കൺ തമിഴ്. ഈ സൂത്രത്തെ പറ്റി വിശദീകരിച്ചറിയാൻ തുടർന്ന് വരുന്ന പേജുകൾ കാണുക. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? നടന്നു കഴിഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ജോലികളെ പറ്റി തമിഴിൽ എങ്ങനെയാണ് പറയുക? നടന്നു കഴിഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ജോലികളെ പറ്റി തമിഴിൽ എങ്ങനെ പറയാം? നോക്കാം. ചില ജോലികൾ നടന്നിരിക്കും എന്നതിന് സാധ്യതയില്ലായിരിക്കാം. മറ്റു ചില ജോലികൾ നടത്താൻ സാധ്യതയുള്ളതായിരിക്കാം. നടന്നു കഴിയാൻ സാധ്യതയുള്ള ജോലികളെ പറ്റി തമിഴിൽ എങ്ങനെ പറയാമെന്നത് ഇപ്പോൾ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? രിക്കാം സൂത്രം. എന്ത് സൂത്രം? രിക്കാം സൂത്രം. വാക്യത്തിൽ രിക്കാം എന്ന് വരുമ്പോൾ അത് തന്നെ പോയിരിക്കാം, പഠിച്ചിരിക്കാം, പാടിയിരിക്കാം, സംസാരിച്ചിരിക്കാം, പഠിച്ചിരിക്കാം തുടങ്ങിയ അർത്ഥം വരുന്ന പദങ്ങൾ വരുമ്പോൾ രിക്കലാം എന്ന പദം ഉപയോഗിക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ തമിഴ്. ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാചകങ്ങളുണ്ട്. അവ ഏതെല്ലാം? ഞാൻ പോയിരിക്കാം, ഞാൻ വായിച്ചിരിക്കാം, ഞാൻ പഠിച്ചിരിക്കാം, ഞാൻ പാടിയിരിക്കാം, ഞാൻ സംസാരിച്ചിരിക്കാം. ഞാൻ എന്നാൽ ഞാൻ, രിക്കാം എന്നാൽ ഇരിക്കലാം. ഇവിടെ നോക്കൂ, ഞാൻ പോയിരിക്കാം എന്നാൽ തമിഴിൽ ഞാൻ പോയിരിക്കലാം. ഞാൻ വായിച്ചിരിക്കാം എന്നാൽ തമിഴിൽ ഞാൻ പഠിച്ചിരിക്കലാം. ഞാൻ പഠിച്ചിരിക്കാം എന്നാൽ തമിഴിൽ ഞാൻ കற்றிருக்கலாம். ഞാൻ പാടിയിരിക്കാം എന്നാൽ തമിഴിൽ ഞാൻ പാടിയിരിക്കലാം. ഞാൻ സംസാരിച്ചിരിക്കാം എന്നാൽ തമിഴിൽ ഞാൻ പേശിയിരിക്കലാം. പ്രയാസമൊന്നുമില്ല. വളരെ എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. വളരെ വളരെ എളുപ്പം തന്നെ. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ തമിഴ്. ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. ഏതെല്ലാമാണ് 5 വാക്യങ്ങൾ? ഞാൻ കഴിച്ചിരിക്കാം, ഞാൻ കണ്ടിരിക്കാം, ഞാൻ കെട്ടിയിരിക്കാം, ഞാൻ എഴുതിയിരിക്കാം, ഞാൻ നടന്നിരിക്കാം. നിങ്ങൾക്കറിയാം, ഞാൻ എന്നാൽ ഞാൻ, ഇരിക്കാം എന്നാൽ ഇരിക്കലാം. ഇപ്പോൾ നോക്കൂ, ഞാൻ കഴിച്ചിരിക്കാം എന്നാൽ തമിഴിൽ ഞാൻ സാപ്പിട്ടിരിക്കലാം. ഞാൻ കണ്ടിരിക്കാം എന്നാൽ തമിഴിൽ ഞാൻ പാർത്തിരിക്കലാം. ഞാൻ കെട്ടിയിരിക്കാം എന്നാൽ തമിഴിൽ ഞാൻ കട്ടിയിരിക്കലാം. ഞാൻ എഴുതിയിരിക്കാം എന്നാൽ തമിഴിൽ ഞാൻ എഴുതിയിരിക്കലാം. ഞാൻ നടന്നിരിക്കാം എന്നാൽ തമിഴിൽ ഞാൻ നടന്നിരിക്കലാം. പ്രയാസമൊന്നുമില്ലല്ലോ. വളരെ എളുപ്പം തന്നെയല്ലേ?
വളരെ ചെറിയ ചെറിയ വാചകങ്ങൾ മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വളരെ വളരെ ചെറിയ ചെറിയ വാക്യങ്ങൾ. അതിനാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ, തമിഴിൽ ഇതുവരെ എന്നെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഞാൻ നമ്മൾ, നിങ്ങൾ, അവൻ, അവൾ, അവർ എന്നിവ ഉപയോഗിച്ച് വാചകങ്ങൾ പറയാം. ഇവിടെ എത്ര വാചകങ്ങളുണ്ട്? 6 വാചകങ്ങളുണ്ട്. അവ ഏതെല്ലാം? ഞാൻ പോയിരിക്കാം, ഞങ്ങൾ പോയിരിക്കാം, നിങ്ങൾ പോയിരിക്കാം, അവൻ പോയിരിക്കാം, അവൾ പോയിരിക്കാം, അവർ പോയിരിക്കാം. ഇവിടെയുള്ള വാചകങ്ങളെ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ എന്നാൽ ഞാൻ, പോയിരിക്കാം എന്നാൽ പോയിരിക്കലാം. വളരെ സിമ്പിൾ. ഞാൻ പോയിരിക്കാം എന്നാൽ ഞാൻ പോയിരിക്കലാം. ഞങ്ങൾ എന്നാൽ നാങ്കൾ, പോയിരിക്കാം എന്നാൽ പോയിരിക്കലാം. ഞങ്ങൾ പോയിരിക്കാം എന്നാൽ തമിഴിൽ നാങ്കൾ പോയിരിക്കലാം. നിങ്ങൾ എന്നാൽ നിങ്ങൾ, പോയിരിക്കാം എന്നാൽ പോയിരിക്കലാം. നിങ്ങൾ പോയിരിക്കാം എന്നാൽ തമിഴിൽ നിങ്ങൾ പോയിരിക്കലാം. അവൻ എന്നാൽ തമിഴിലും അവൻ, പോയിരിക്കാം എന്നാൽ പോയിരിക്കലാം. അവൻ പോയിരിക്കാം എന്നാൽ തമിഴിൽ അവൻ പോയിരിക്കലാം. അതേപോലെ അവൾ എന്നാൽ അവൾ, പോയിരിക്കാം എന്നാൽ പോയിരിക്കലാം. അവൾ പോയിരിക്കാം എന്നാൽ തമിഴിൽ അവൾ പോയിരിക്കലാം. അവർ എന്നാൽ അവർകൾ, പോയിരിക്കാം എന്നാൽ പോയിരിക്കലാം. അവർ പോയിരിക്കാം എന്നാൽ തമിഴിൽ അവർകൾ പോയിരിക്കലാം. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളെ വളരെ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ പോയിരിക്കാം എന്നാൽ തമിഴിൽ ഞാൻ പോയിരിക്കലാം. ഞങ്ങൾ പോയിരിക്കാം എന്നാൽ തമിഴിൽ നാങ്കൾ പോയിരിക്കലാം. നിങ്ങൾ പോയിരിക്കാം എന്നാൽ തമിഴിൽ നിങ്ങൾ പോയിരിക്കലാം. അവൻ പോയിരിക്കാം എന്നാൽ തമിഴിൽ അവൻ പോയിരിക്കലാം. അവൾ പോയിരിക്കാം എന്നാൽ തമിഴിൽ അവൾ പോയിരിക്കലാം. അവർ പോയിരിക്കാം എന്നാൽ തമിഴിൽ അവർകൾ പോയിരിക്കലാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഹായ് സ്നേഹിതരെ, ഇപ്പോൾ ഇരിക്കലാം സൂത്രത്തിന്റെ സഹായത്തോടെ തമിഴിൽ വാക്യങ്ങൾ എങ്ങനെ പറയാമെന്നത് നോക്കാം. ഇതേപോലെ ഇരിക്കലാം സൂത്രം വഴിയായി തമിഴിൽ എങ്ങനെയുള്ള വാക്യങ്ങളായാലും എത്ര വാക്യങ്ങളായാലും നന്നായി പറയാൻ കഴിയും. ഇത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ ഞാൻ 100% വിശ്വസിക്കുന്നു. ചെറിയ ചെറിയ വാക്യങ്ങളായാലും വലിയ വലിയ വാക്യങ്ങളായാലും എത്രത്തോളം ഉണ്ടായാലും ഈ ഇരിക്കലാം സൂത്രം മൂലം നിങ്ങൾക്കറിയാവുന്ന എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക. ഓക്കെ,